നമ്മുടെ ആഘോഷം ടീം ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊപ്പം നമ്മളും ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ആളിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ പോകണം. അതായത് നമ്മുടെ ഈ ഫ്ലോറിലും നമ്മുടെ ഇവിടെ ഉള്ള ആർക്കും എന്ത് പ്രശ്നം വന്നാലും എന്ത് കാര്യം വന്നാലും നമ്മൾ പറയുന്ന ഒരാളോടാണ്. പുള്ളി എല്ലാം ഒരു ചാക്കിലിട്ട് കൊണ്ടുവന്ന് തരും. അങ്ങനത്തെ ഒരാളുണ്ട് നമ്മുടെ ചാക്ക് ചന്ദ്രൻ. ചേച്ചി ഓർമ്മയില്ലേ? ക്രിസ്മസ് ഒക്കെ ഓർമ്മയില്ലേ? ചാക്ക് ചന്ദ്രനെ വിളിക്കാൻ വേണ്ടി അഖിൽ കവലിയൂർ പോയിട്ടുണ്ട്. പുള്ളി ഇപ്പൊ വരും. കിഡിലും എൻട്രി ആയിരിക്കും. ഒന്ന് കഴിച്ചു കൊടുത്തേ. ഓഹോ അവിടെ ഊണുമെല്ലാം വിളമ്പി വെച്ചേക്കണം. മുമ്പേ ചെന്ന് കയറി കൊടുക്കുക. ദേഷ്യം വരും പുള്ളിക്ക് പെട്ടെന്ന്. അല്ല നാട്ടിൽ നിന്ന് തേനെടുത്തോണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞ് കോമഡി മാസ്റ്റർ പെട്ടെന്ന് വാ, അവിടെ വലിയ ആഘോഷം നടക്കണമെന്ന് പറഞ്ഞിട്ട് ചാച്ചി അല്ല ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഹിന്ദി പറയല്ലേ, ഞാൻ ഇങ്ങോട്ട് വരൂലെന്ന്. മറ്റേ ക്രീം ബന്ന് കിട്ടിയായിരുന്ന എന്നും വിളിച്ച് ചോദിക്കൂടാ ചന്ദ്ര 2 ക്രീം ബന്ന് കൊണ്ടുവരൂടാ, ക്രീം ബന്ന് കൊണ്ടുവരൂടാ. അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എറിയാനായിരിക്കും. അല്ല കാര്യം എന്ന് വെച്ചാല് ഈ കോമഡി മാസ്റ്റേഴ്സിൽ ആഘോഷം നടക്കണമെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഓടി വന്ന് എന്തോ ആഘോഷം ഉണ്ടെങ്കിലും ഞാൻ നടക്കുന്നെങ്കിൽ വരുമല്ലോ. അല്ല ആഘോഷം നടക്കല്ല, ആഘോഷം ഇരിക്കുകയാണ്. ആഘോഷം ഇരിക്കൂടെ? പിന്നെ നിന്ന് കാല് കഴിച്ചപ്പോ സ്വപ്പം നേരെ ഇരുന്നത്. അതാണ് പറഞ്ഞു കൊടുത്തില്ലേ കാര്യം? ഇതാണ് ആഘോഷം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? എനിക്ക് എനിക്കൊക്കെ ഈ നമ്മളെ പാലോട് വനത്തിനകത്ത് തിയേറ്റർ ഒന്നും ഇല്ലാത്ത നമ്മളിതൊന്നും കാണാറില്ല. സോറി കേട്ടോ. അതായത് കാട്ടുകിടകളുടെ അറിഞ്ഞില്ല. പുള്ളി മനസ്സിലായ ഏത് ഫസ്റ്റ് ഇരിക്കണം നെഞ്ചു പിരിച്ചിരിക്കുന്ന മനുഷ്യൻ. നെഞ്ചത്തിരിഞ്ഞ് അകത്തോട്ട് ഒതുക്കാതെ ഇല്ല മനസ്സിലായില്ല. അതാണ് ഡേവി. 4 പൊറോട്ട കൂടെ തരാൻ പറയും. ഗ്രാവി എന്ന് പറഞ്ഞു. അത് മനസ്സിലായില്ലേ? പണിയുണ്ടാ? പണിയുണ്ടാ? പണി ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരാഴ്ചയായി പണി കഴിഞ്ഞിട്ട്. അതല്ല പണി. സിനിമ കണ്ടാ? പണി സിനിമയില്ല. ഓ അല്ല കൂളിംഗ് ഗ്ലാസ് എടുക്കണ്ട, നോക്കട്ടെന്നാ. ഇതാ നമസ്കാരം. നമസ്കാരം. ഓടായിരിക്കുന്നറിയാമോ? അതിന്റെ അപ്പുറത്തിരിക്കണല്ലേ? അപ്പുറത്തിരിക്കുന്ന അത് സ്പടികം ജോർജ്. എനിക്ക് ഗുമസ്തനെ കണ്ടിട്ടില്ലേ? ഇടേ കാട്ടുന്ന തേക്കൻ തടി മുടിച്ചാൽ എത്ര പൈസ കൊണ്ടുപോയെന്നറിയാൻ വേണ്ടിയെന്ന്. മനോജ് ഗുമസ്തൻ. മനോജ് ഗോസനാ ഗുമസ്ത സിനിമ. തിയേറ്ററും ഇതായിട്ടൊന്നും വലിയ ബന്ധമില്ല. അതുകൊണ്ടാണ് ഗുമസ്ത സിനിമയില്. ഓ അത് ഞാൻ മനസ്സിലായി. അപ്പുറത്തിരിക്കുന്ന ആളെ മനസ്സിലായോ? കറുത്ത ഉടുപ്പാ? കറുത്ത ഉടുപ്പ്. ഇവിടെ സുമേഷ് ചന്ദ്രൻ. നമ്മളൊരു ഷാപ്പിൽ ഇരുന്ന് നമ്മൾ തമ്മിലെ പട്ട അടിക്കുന്ന ടീം. കഴിഞ്ഞ ആഴ്ച 2 കുപ്പി പട്ടേര ഷെയർ തരാൻ കേട്ടാ. ഇപ്പൊ സെലിബ്രിറ്റി ആയാടെ. പിന്നെ സുമേഷ അളയാ മറ്റേ ഷാപ്പിൽ ഇരുന്ന് പറഞ്ഞ പാട്ടൊന്ന് പാടാളിയാ. അത് എവിടെ ചെന്നാലും ചോദിക്കും. ഒന്ന് പാട. നമ്മക്ക് നമ്മളെ ചാച്ചിക്കും നമ്മളെ പിള്ളേർക്കും വേണ്ടി ഒന്ന് പാടാളിയാ. നീ അറിഞ്ഞോ മേലെ മാനത്തെ. മതി. എവിടെ ചെന്നാലും നീ അറിഞ്ഞോ മേലെ മാനത്തെ. എവിടെ ഇതാ ഉള്ളടാ ഇവന്? ഇത് നീ മാത്രമേ അറിയാതുള്ളൂടാ. ബാക്കി എല്ലാരും പറഞ്ഞു. എത്ര സ്റ്റേജാളിയാ. അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആളുടെ മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല. മമ്മൂക്കയുടെ. അയ്യോ മമ്മൂക്കൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടൂടാ. മമ്മൂക്കയുടെ അനിയന്റെ മകൻ മക്ബൂൽ സൽമാൻ. ആണോ? എനിക്ക് ഒരു ആഗ്രഹം കൊണ്ടൊന്ന് പറയട്ടാ. അത് ഇവിടെ കറക്റ്റ് നടക്കും. പറ. മൂത്താപ്പരടുത്ത് പറയണം. മറ്റേ സിഗരറ്റ് വലിച്ചിട്ട് കുമ്മള വിടണില്ലേ? ആങ്കാവല് കണ്ടതിന് ശേഷം ഭയങ്കര ആഗ്രഹമാണ് ആ കുമ്മള വിടുന്നത് പഠിക്കണമെന്ന്. ഉണ്ട വിടുന്നത്. ഒരു കാര്യം ചെയ്യ്. നാളെ രാവിലെ 6:30 പുള്ളി കുളിച്ച് പല്ലി വെച്ചിട്ടിരിക്കുമ്പോ നേരെ ചെന്നാൽ മതി. കറക്റ്റ് ഉണ്ട വിട്ട് കാണിച്ചു. രാവിലെ ചെല്ലണം കേട്ടോ. രാവിലെ ചിലപ്പോ സമയം ഉണ്ടാവുന്ന പാലെടുക്കാൻ വേണം റബ്ബറിന്റെ. അല്ല അതിന് മുമ്പ് ചെല്ലണം. കാരണം കാറ്റടിച്ച പിന്നെ ഉണ്ട ചിലപ്പോ കിണഞ്ഞു പോകും. അതുകൊണ്ട് പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെ തന്നെ പോണേ. അല്ല മറ്റേ ഒന്ന് പരിചയപ്പെടുത്താൻ പറ. ആരെ? നായികയാണ്. അപ്പൊ ഉണ്ട വിടാനല്ലോ, ഉണ്ട തിന്നാനാണ് നായകൻ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഹലോ ചാക്കിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ചാക്കെടുക്കാൻ മറന്നു കേട്ടോ. ഞാൻ ചാക്കിലാണ് ഇവിടെ എല്ലാവർക്കും എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊറേ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ചാക്കിനകത്ത് വേറൊരു ചാക്കുണ്ട്. അതായത് ഇതെന്താന്നറിയാം? ഇത് മണപ്പിച്ച് നോക്കണോ? നല്ല മണമുള്ള അല്ല ആഘോഷം ടീം വന്ന് ഇരിക്കല്ലേ. അപ്പൊ ഇവിടെ സ്കിറ്റ് അടിച്ച് ഭയങ്കര ചളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഗന്ധം അങ്ങ് പരക്കും മൊത്തം. അല്ലേ? പെട്ടെന്ന് മണപ്പിച്ചാണ്. അല്ല ഞാൻ മണപ്പിച്ചോ? ഞാൻ എന്തിനാ മണപ്പിച്ച? അല്ല ഇത്രയും നേരം നിങ്ങൾ വെതറിയതേ അത് അവർക്ക് നാറ്റം അടിക്കണ്ടല്ലോ. കുറച്ച് കാര്യം കുറച്ച് എന്റെ നിന്റെ ഇനി നീ പറയുമ്പോ എനിക്ക് മണപ്പിക്കാല്ലോ. വേറൊരു വെറൈറ്റി ഉണ്ട്. പശ. അതായത് ഇതാണ് കാട്ടിനകത്ത് മാത്രം കാണുന്ന ഒരു തരം പശയാണ്. ഏത് സാധനവും ഒട്ടാൻ ബെസ്റ്റ് ആണ്.
ഏത് സാധനം? ഏത് സാധനം ഒട്ടും. അല്ല ഇത് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം? അല്ല ഇവിടെ കുറെ സ്കിറ്റുകൾ പൊട്ടി കിടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒട്ടിക്കാൻ വേണ്ടി കിടിലം പക്ഷേ. അങ്ങനെ ആദ്യം വേണ്ടതേ ഈ ചന്ദ്രന്റെ എൻട്രി പൊട്ടി കിടക്കുകയാണ്. നമുക്ക് ആദ്യം ഇത് ഒട്ടിക്കാം. അല്ല വേറെ ഉണ്ട്. ഇത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണരുത്. ഒരുപാട് സിനിമാക്കാർ എന്റെ പാലോട് വനത്തിലോട്ട് വരും. എന്നിട്ട് പറയും എന്റെ സിനിമ പൊട്ടി ഇതൊന്ന് ഒട്ടിച്ചു തരാൻ പറയും. അങ്ങനെ ഞാൻ ഫിലിം ഒട്ടിച്ചങ്ങ് വിട്ടുകൊടുക്കും. സിനിമ ഹിറ്റ് ആവും. അപ്പൊ ആദ്യം ഇത് ഒട്ടിക്കാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാ? വേറെ എന്തെങ്കിലും ഉണ്ടാവും ഒരു കാര്യം ചെയ്യാം. വല്ലതും ഉണ്ടോ? ആ ചാക്ക് നിർത്തണം. അതെ. എന്തായാലും ഞാൻ ചീഞ്ഞ് നിൽക്കുകയാണ്. ചാക്ക് തലയെ കൂടിട്ടുണ്ട് പൊക്കളെ. എടുത്തിട്ട് പിന്നെ ഡയറക്ടർ അവിടെ. ആഘോഷത്തിന് ഡയറക്ടർ ആണെങ്കിൽ ഇവിടെ, അവിടെ നമ്മുടെ ഷോയുടെ ഡയറക്ടർ ആണെങ്കിൽ അവിടെ. അയ്യോ അപ്പൊ ഇതുവഴി പോവാ. പോയാ അപ്പം ചന്ദ്രൻ മിക്കവാറും ഇരുട്ടുവാക്കിന് പോയി എവിടെയെങ്കിലും വീഴും. അതുകൊണ്ട് ചന്ദ്രനെ നോക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമുക്കേ ആ പശ ഇവിടെ വെച്ചിട്ട് പോണേ. അതെ എഡിറ്റർമാർക്ക് ആവശ്യം വരും. ഇത് മൊത്തം വെട്ടിയും ഒട്ടിച്ചു വിടാൻ. ചന്ദ്രന്റെ പശ നമ്മുടെ ആഘോഷം ടീമിന് ആവശ്യം വരൂല. കാര്യം ആഘോഷം സിനിമയ്ക്ക് ആള് കയറും, പടം ഹിറ്റാവും.